ഞാൻ കുറച്ച് പുറത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് വന്നിടുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ സബ്ജക്റ്റ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു സംസാരിക്കാനായിട്ട്. ഐ ഡി നോ, ഇന്നലെ ഞാൻ ഇടാഞ്ഞായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും സമയം പോയെങ്കിലും ഐ വോണ്ട് ടു ടെൽ യു സർട്ടൻ തിങ്സ്. കാരണം ചൂടോടെ പറഞ്ഞാൽ മാത്രമാണ് ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. യൂട്യൂബല്ലേ, കാര്യങ്ങൾ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയോ ഞാൻ പറയാൻ വരുന്നത്? റീമ കല്ലിങ്കലില്ലേ, റീമ കല്ലിങ്കലിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നോ നിങ്ങൾ? അതിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ഇവർ ഒരു കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന കപ്പിളാണ് റീമ കല്ലിങ്കലിൻ്റെ പാർട്ട്ണറും ഇപ്പോൾ ഹസ്ബൻഡാണ്. അപ്പോൾ ആ സമയത്ത് ആദ്യം ഞാൻ റീമയെ കാണുന്നത് മറ്റേ ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഈ ഡാൻസ് കളിക്കുന്ന ആൾക്കാരുടെ എന്തുവായിരുന്നു അതിൻ്റെ പേര്, D4 ഡാൻസോ എന്തോ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് കിട്ടിയതല്ലേ, മയിലൊക്കെ വെച്ചിട്ട് ആടുന്നത് റീമ. അതായിരുന്നല്ലോ റീമയുടെ ആദ്യത്തെ എൻട്രി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടു ദി സ്റ്റിൻസിൽ വേൾഡ് അല്ലേ. റീമയെ ഞാൻ അവിടെയാണ് കണ്ടത്. അതിന് മുമ്പൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. ഷീസ് എ ഡാൻസർ അല്ലേ ബേസിക്കലി. നല്ല ഫീച്ചേഴ്സും നല്ല സുന്ദരിയൊക്കെയാണ്. പക്ഷേ പുള്ളിക്കാരി ഈയിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ ഏതോ സിനിമയുടെ പ്രൊമോഷനോ എന്തോ അങ്ങനെ കുറേ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലെന്തോ ഇങ്ങനെ ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു ഇതില്ലേ, കിളി പോയി എന്നൊക്കെയുള്ള മട്ടിലുള്ളൊരു സംസാരം. അതെനിക്ക് മാത്രമല്ല കേട്ടോ തോന്നിയത്. ഞാൻ അതിൻ്റെ താഴെ പോയിട്ടുള്ള കമൻസും എല്ലാം നോക്കുമായിരുന്നേ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കുട്ടി എന്ന് ചിരിക്കും. സോറി, ഞാനിങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ആരെങ്കിലും കട്ട് ചെയ്തിട്ടറിഞ്ഞാൽ ഇവർക്കെന്താ വട്ട ഒന്ന് ട്രോൾ ചെയ്യില്ലേ ആൾക്കാർ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചില്ലേ, അത് നിങ്ങൾ ആരെങ്കിലും സപ്പോസ് ഒരു കുസൃതി വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇവർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കില്ലേ, അതുപോലെ. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ആളുകൾ, ഇപ്പം നിങ്ങളെ കേൾക്കുന്ന ആൾക്കാരില്ലേ, എന്നെ കേൾക്കുന്നു, ചില ആളുകളൊക്കെ എൻ്റെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ഇരുന്ന് പറയുന്നതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് ഇരിക്കണമെന്നില്ല. ജസ്റ്റ് എന്നെ നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചെയ്യുന്നത് വ്ളോഗിങ് അല്ലല്ലോ, പോഡ്കാസ്റ്റിംഗ് അല്ലേ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ നമ്മളെ ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരനെ അവർ കാണിക്കുന്നില്ല, ഇവരെ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇൻ്റലിജൻ്റ് ആണ് ആ കുട്ടി, അല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ കിളി പോയിട്ടുണ്ടോ എന്നൊരു സംശയം. പുള്ളിക്കാരത്തി പറയുന്നത് കല്യാണം എന്ന് പറയുന്ന ഒരു പേപ്പർ അല്ലേ എന്ന് കരുതി ഒപ്പിട്ടതാണ്. ഒപ്പിട്ടെങ്കിലും ആ സിഗ്നേച്ചറിൽ തീർന്നു എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും ലിബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് പുള്ളിയുടെ, മുസ്ലിം ആണല്ലോ, ആഷിഖ് അബു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരു സൈൻ ചെയ്യുമ്പോഴേക്കും ആ ഇക്വേഷൻ മാറുന്നത് മനസ്സിലായില്ല. അപ്പോൾ ആദ്യം തന്നെ അവർ ലിവിങ് ടുഗെദർ ആയി കുറേ നാൾ കഴിഞ്ഞ് വളരെ കംഫർട്ടബിൾ ആയതിനു ശേഷമാണ് കല്യാണം കഴിച്ചത്. ഇവിടെയാണ് ഞാൻ ആ പോയിന്റ് കൊണ്ടുവരുന്നത്. ലിവിങ് ടുഗെദർ ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിച്ചെങ്കിൽ കൂടിയും, അതായത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചെങ്കിൽ കൂടിയും, കല്യാണം കഴിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് പിന്മാറാൻ പിന്മാറണം എന്ന് ആ ലൈഫിൽ നിന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ ഒരു മാരേജ് എന്ന് പറയുന്ന സിസ്റ്റം അവർക്ക് കംഫർട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു സിഗ്നേച്ചറിൽ തീർന്നു എല്ലാം എന്ന് പറയുമ്പോൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കിട്ടുക അപ്പോൾ, അല്ലേ? കല്യാണം കഴിക്കാതെ അവർ നല്ലപോലെ ജീവിക്കുന്നുണ്ടായിരുന്നു എന്ന്. ഇപ്പോഴും അവരുടെ സ്നേഹത്തിന് കുഴപ്പമൊന്നുമില്ല, അതല്ല അവർ പറയുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വിവാഹം കൊണ്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ ലൈഫ് മാറിയിട്ടില്ല, അവരുടെ ലൈഫ് മാറിയെന്നാണ് പറയണത്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാർ, പെൺകുട്ടികളുണ്ടാവും, അവർ ചിന്തിക്കില്ലേ അപ്പോൾ ആ സിഗ്നേച്ചറിൻ്റെ പുറകിൽ എന്താണുള്ളത് എന്ന് ചിന്തിക്കില്ലേ? എൻ്റെ ഓപ്പൺ തോട്ട്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ തോന്നി. റീമ കല്ലിങ്കൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തയായ നടിയാണ്. അവർ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് അവരെ ഇഷ്ടമുള്ള കുറേ കുട്ടികളുണ്ടാവും, അവർ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന കാണാനും. എല്ലാവരും ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലർക്ക് അങ്ങനെ ഇഷ്ടങ്ങളുള്ളവർ, ചിലപ്പോൾ ഇവരെ ഒരു റോൾ മോഡലായിട്ട് എടുത്ത് നടക്കുന്നവർ ഒരു പക്ഷേ അങ്ങനെ ചെയ്താൽ ആലോചിച്ച് നോക്കൂ. ഇവരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കണം, ഇവരുടെയാണ് ഞങ്ങൾ റോൾ മോഡൽ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചിന്തിക്കില്ല. അയ്യോ അപ്പോൾ ആ ചേച്ചിക്ക് ഇവരെ പറ്റുന്നില്ല, ഇത്ര നല്ല ഹസ്ബൻഡിനെ കിട്ടിയിട്ട് ആ ചേച്ചിക്ക് പറ്റുന്നില്ല, എന്നാൽ പിന്നെ നമ്മളൊക്കെ പിന്നെ എങ്ങനെ ആവും എന്ന് ചിന്തിച്ചാലോ? ചിന്തിക്കായേ ഇല്ലല്ലോ. പിന്നെ
പിന്നെ വേറൊരു കാര്യം ഞാൻ പിന്നെ കണ്ടത് നവ്യ നായർ കേട്ടോ. നവ്യ നായർ ഇങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ടാണല്ലേ കുട്ടി സംസാരിക്കുന്നത്. നവ്യ നായരും പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്നും നവ്യ നായർക്ക് അത്ര ബോധ്യമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ആ കൂട്ടരെ ഓരോ ഡാൻസിനും ഓരോ പ്രോഗ്രാംസിനും ആ ഹസ്ബൻഡിൻ്റെ അമ്മയും സിസ്റ്ററൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതായത് അവർ തമ്മിൽ സഹകരണം ഉണ്ടായിട്ടാണല്ലോ വരുന്നത്. ഈ കുട്ടി അവരോട് നന്നായി പെരുമാറുന്നതുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പം അവിടെ അവരുടെ കോമ്പിനേഷൻ അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും അല്ലേ കുഴപ്പമായേക്കണേ, എക്സ്റ്റെൻഡഡ് ഫാമിലിയിലേ അല്ലല്ലോ. ഇവിടെ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് റീമ കല്ലിങ്കലിൻ്റെ സംസാരത്തിൽ നിന്ന് ഹസ്ബൻഡുമായിട്ട് പ്രശ്നമില്ല പക്ഷേ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് ആയിരിക്കണമല്ലോ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക. ഇവിടെ നവ്യ നായരുടെ സ്റ്റേജിൽ അവർ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ടും മദറുമായിട്ടൊക്കെ നല്ല റിലേഷൻ വെക്കുന്നു. അപ്പോൾ അവിടെ ഇവിടെ എന്താണ് ഇപ്പോൾ പോയത് അല്ലേ? സോ ഞാൻ പറയുന്നത് ഇത് ഒരു ലെൻസിൽ കൂടെയോ അല്ലെങ്കിൽ ഒരാളുടെ പെർസ്പെക്റ്റീവിലോ അല്ല ഈ മാരേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണോ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണം, എനിക്ക് വേണമായിരുന്നു. എൻ്റെ ആ സമയങ്ങളിൽ ഉള്ള പല പെൺകുട്ടികൾക്കും ഇതായിരുന്നു ഒരു എസ്കേപ്പ് റൂട്ട്. എസ്കേപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് എസ്കേപ്പ് റൂട്ട് തന്നെയാണ്. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കുറച്ചെങ്കിലും കിട്ടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ലിബറേറ്റഡ് ആയിട്ടുള്ള വീസുള്ള ഒരാളും അതിനു മുമ്പ് പേരൻസ് എന്തായാലും അങ്ങനെ ലിബറേറ്റഡ് ആയിരിക്കില്ല. അവർ തനിയെ വിടില്ല പെൺകുട്ടികളെ. വിഷമം ഉണ്ടാവും. അത് അന്നത്തെ കാലം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ സൊസൈറ്റി മാറുന്നു, ഇവോൾവ് ആകുന്നു, എല്ലാം ഉണ്ട്. എന്നാലും രണ്ടും പേരും വലിയ ലൈം ലൈറ്റിൽ നിൽക്കുന്ന നല്ല നടിമാരാണ്, നല്ല പെൺകുട്ടികളാണെന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല സ്ത്രീകളാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ആരൊക്കെയോ പറയുന്നുണ്ട് മറ്റവർക്ക് കുറച്ച് ലഹരി മരുന്ന് ഉപയോഗമുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ തിങ്. ഇവരിവിടെ കാണിക്കുന്നതല്ലേ നമുക്കറിയാവുള്ളൂ. അവർ സ്ക്രീനിൽ എങ്ങനെയാണ്, അതേപോലെ ഇവിടെ ഓരോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്താണെന്നല്ലേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ? അവരുടെ ബാക്ക് സ്റ്റോറിയിലേക്കല്ല കേട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും അതൊന്നും നമ്മൾ ചെയ്യാൻ പോകാതിരിക്കുകയാണ് നല്ലത്. അതവർ കാണിക്കാതെയും അവരത് എക്സിബിറ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. പല പാപ്പരാസി മീഡിയാസിലും പലരെ പറ്റിയും പലതും വന്നിരിക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവർ നേരിട്ട് വന്ന് പറയുന്ന ഇങ്ങനെയുള്ള വാചകങ്ങൾക്ക് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങൾ തേടിപ്പോകും ആളുകൾ. ഇപ്പം നവ്യ നായരുടെ കേസിലാണെങ്കിൽ അപ്പോയോ അവർ ഡൈവോഴ്സായോ, അവർ വേറെയാണോ താമസിക്കുന്നത്, അപ്പോൾ കുട്ടിയുടെ കാര്യം, ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ബിക്കോസ് വി ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു ഗോ ബിഹൈൻഡ് ദ സ്റ്റോറീസ്. അവർ പറയുന്നത് എന്താണ്, അവർ ഇവിടെ വന്നിരുന്ന് പറയുന്ന സ്റ്റോറിയുടെ ഉത്തരം ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ അത് എന്തുമാത്രം ഈ തലമുറകളിലേക്ക് സ്വാധീനം ചെലുത്തിയേക്കാം, പെൺകുട്ടികളിൽ സ്വാധീനം ചെലുത്തിയേക്കാം, ആൺകുട്ടികൾക്ക് സ്വാധീനം ചെലുത്തിയേക്കാം എന്ന് ആലോചിക്കണം. അതിനെപ്പറ്റിയൊന്നും ഡോണ്ട് ബ്രിങ് ദിസ് ടു മീ കേട്ടാ ഹഹ എന്ന് പറഞ്ഞിട്ട് അത് ചിരിക്കണം. നോക്കൂ, ഒന്നില്ലെങ്കിൽ ചിരിക്കരുത് ഇങ്ങനെ കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ. അല്ല, എനിക്കത് വളരെ ഗൗരവകരമായിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്നല്ല പറയേണ്ടത്. നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാലേ ഈ ഒരു സൈക്കോളജിക്കൽ അനലൈസിസ് ആണ് കേട്ടോ, ഞാൻ വായിച്ചതാണ്. ഇഫ് യു ഹാവ് ടു കൺവേ സംതിങ് വെരി സീരിയസ് ടു സംവൺ, വിൽ യു സിറ്റ് ആൻഡ് ലാഫ് ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഗിഗിൾ ഇൻ ബിറ്റ്വീൻ? അതിന് ഗിഗിൾ എന്ന് പറയും. അതായത് ഒരു ആളെ ഇങ്ങനെ ഒരു പുച്ഛം പോലെയുള്ള ചിരിയല്ലേ ഇതൊക്കെ. ഇപ്പം ഞാൻ നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ കാര്യമായിട്ട് എടുക്കില്ല. അതൊരു ദാറ്റ് വോണ്ട് ലുക്ക് നൈസ് അല്ലേ? ഒരു ശരിക്കുള്ളൊരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കണം. അവരോട് കറക്റ്റായിട്ടുള്ള ആ ഒരു പോയിന്റിലായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലേ? അഴകൊഴ എന്ന് പറയും. ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ അയാളെ വിശ്വസിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. കാരണം അയാൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി എന്ന് സംസാരിക്കുന്നു അപ്പോൾ മാത്രമേ നിങ്ങൾ അയാളെ ട്രസ്റ്റ് വർത്തി ആയിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നേരെ നോക്കി പറയുക. അതേപോലെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വാക്കുകൾ ഉഴപ്പാതിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുക, നല്ല സ്ഫുടമായ രീതിയിൽ അർത്ഥം കറക്റ്റായിട്ട് അങ്ങോട്ട് കൺവേ ആകുന്ന രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ആൾക്കാരില്ലേ, അതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയും. ഇപ്പോൾ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നത് എന്ന് പറഞ്ഞാൽ
നിങ്ങളൊരു കാര്യം പറയുന്നു, നിങ്ങളൊരു കാര്യം ഒരു ഫ്രണ്ടിനോട് പറയുമ്പോൾ നിങ്ങളെ അംഗീകരിക്കുകയാണ്, ആ ശരിയാണ് 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 എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു എനിമിറ്റി ഉള്ള ഒരാളുണ്ടല്ലോ, അയാളോടും ആ ശരിയാണെന്ന് പറയുന്ന സുഹൃത്ത് ബന്ധം നിലനിർത്തുകയും അയാളോടും നിങ്ങളും പറയണ ശരിയാണ് നിങ്ങൾ പറയണ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ നിങ്ങൾ പിന്നെ അയാളെ വിശ്വസിക്കാവോ? അല്ലേ? ആ രണ്ട് വള്ളത്തിൽ നിന്നിട്ട് ശരിയാണ് ശരിയാണെന്ന് പറയുന്ന ആളെ നിങ്ങൾ പിന്നെ വിശ്വസിക്കരുത്. നിങ്ങൾ പിന്നെ അയാളുമായിട്ടുള്ളൊരു ബന്ധങ്ങളൊന്നും വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പല ആളുകളും അങ്ങനെയുണ്ട് കേട്ടോ. അവർക്ക് ഒരു നിലപാടുണ്ടാവില്ല. നിലപാടില്ലാത്ത ആളുകളുടെ അടുത്ത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ജീവിക്കാനായിട്ട്. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന പാർട്ടീസാ എന്നൊക്കെ ഈ ലോക്കലായിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാ പറയണേ, നമുക്ക് പറയാനുള്ളത് എന്താണെങ്കിലും സ്ട്രെയിറ്റ്, അതിന് ഒരു മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ വായിന്ന് ഇങ്ങനെ പുറത്തു വരിക. അത് ചിലരെ കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം പറയാനായിട്ട് ഇപ്പോൾ ഒരു ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തത്, അവർ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയണേ, എന്നാൽ ആകട്ടെ കേട്ടോ, ഞാൻ കുറച്ച് ബിസിയാണേ, വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പം നമ്മൾ വിചാരിക്കും, ഷെടാ ഇത് നമുക്കങ്ങോട്ട് പറയണ്ടേ, പറഞ്ഞാലല്ലേ അവിടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെയും വിളിക്കും, നോക്കൂ ഞാനിത് പറഞ്ഞു എന്നതേ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആ തലക്കിൽ നിന്ന് ഫോണിൽ ഇങ്ങനെയാണ് വരിക. പിന്നെയും കേൾക്കാത്ത പോലെ, അതേ ഇവിടെ ഇടിവെട്ടും മഴയും വരുന്നുണ്ട്, ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവും. പല ടൈമിലും ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ഫോൺ വിളിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആർക്കും അങ്ങനെ ഫോൺ വിളിക്കാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്കിവിടെ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ DM-ൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെന്നല്ലാതെ അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയാം, അവരോട് കുറച്ച് ഇൻട്രാക്ഷൻസ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം എൻജോയിങ് നൗ. കാരണം എന്താണെന്നറിയോ, നമ്മളെ ജഡ്ജ്മെൻ്റലായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇൻട്രാക്ഷൻ വെക്കാൻ പറ്റൂല അല്ലേ? അത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ എങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കൂട്ടേണ്ടതും എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അവഗണിക്കേണ്ടതെന്ന്. സോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരെ പോലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ അവരത് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് പറ്റുന്നില്ലാത്തത് രണ്ടുപേർക്കും രണ്ട് തരത്തിലാണ് പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരുടെയും കണ്ടതുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതം ഒരു 10-30 വയസ്സിലൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുറച്ചായിട്ടുള്ള കപ്പിളൊക്കെ അല്ലേ, നിങ്ങളൊന്ന് ശരിക്കും ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ എന്താ പറയുക, സന്തുലിതാവസ്ഥയ്ക്കും ഹാപ്പിനെസ്സിനും ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലാതെ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു അഭിപ്രായമായിരിക്കും ഇതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകണ്ട കേട്ടോ. ഞാൻ ആ ലിവിങ് ടുഗദറിനെ പറ്റി പറയാനുള്ള കാരണം ഞാൻ നിയമപരമായിട്ട് അതിനെ അവലോകനം ചെയ്യുന്നത് കൊണ്ടും സാമൂഹികപരമായിട്ടും അവലോകനം ചെയ്തതുകൊണ്ടും പിന്നീട് വരാവുന്ന റിപ്പർക്കഷൻസ് കണ്ടിട്ടുള്ളത് കൊണ്ടും ആണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ തൊടാതെ വിഴുങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. സൊസൈറ്റി മാറണമെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പതുക്കെ മാറിയേ പറ്റൂ. സൊസൈറ്റി മാറിയില്ലെങ്കിൽ നമ്മൾ ഒരാൾ മാത്രമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴുള്ള ഒരു പ്രയാസം നമുക്ക് വരും ആദ്യം കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒഴുക്ക് മുഴുവനും പ്രതികൂലമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൂടി നമുക്കൊരു പവർ വരും അല്ലേ? അതിനെ എതിരായി നീന്തി ആ പവർ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ഒഴുക്കിനെതിരെ നീന്തലെടുക്കാൻ പാടുള്ളൂ. കാരണം അതിന് വളരെയധികം ശക്തി വേണം കേട്ടോ. ആ ശക്തി എല്ലാവരിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ അധികം ഒഴുക്കിനെതിരെ നീന്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒഴുക്കിനെതിരെ നീന്തുമ്പോഴും നേരെ നിന്ന് സംസാരിക്കുമ്പോഴും ഒരുപാട് പേര് നമ്മളെ കല്ലെറിയുന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ ആയിക്കോ ധൈര്യമായിട്ട്. പക്ഷേ അതിൻ്റെ റിപ്പർക്കഷൻസ് എല്ലാം നിങ്ങൾ തന്നെയായിരിക്കണം അനുഭവിക്കേണ്ടത്. ഇപ്പോൾ അവരൊക്കെ മീഡിയാസിൽ നിൽക്കുന്ന ആൾക്കാരാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നവ്യ നായരും. റീമയുടെ സോഷ്യൽ മീഡിയ പേജ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. നവ്യ നായരുടെ ആ ഒരു ആർട്ടും ആ ഡാൻസും ആ കലയും അതെല്ലാം കുട്ടി നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മദർ ഇൻ ലോനെയും സിസ്റ്റർ ഇൻ ലോനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അവിടെ. ഈ പറഞ്ഞ പോലെ വി കനോട്ട് ഗോ ബിഹൈൻഡ് ദ സീൻസ് അല്ലേ, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് നമുക്ക് നേരെ കാണുന്നതിന് മാത്രമാണ് നമുക്ക് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ എന്ന് പറയാൻ പറ്റുള്ളൂ. അവരുടെ ലൈഫിൽ കടന്നു പോകുന്നത് അവർക്കേ അറിയുള്ളൂ. പക്ഷെ അവരിവിടെ വന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും രണ്ട് തരത്തിലുള്ള ഒരു
അവലോകനമാണ് ജീവിതത്തെ പറ്റിയില്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ കണ്ടായിരുന്നോ അത്? അപ്പം അത് പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് കേട്ടോ. ഇത് ഒന്നും ഈ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതാ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഒരു ഫോർമുല ആണെങ്കിൽ എല്ലാവർക്കും അത് ഒരേ ഫോർമുല ആയിരിക്കും, ഒരിക്കലും മാറാൻ പോകുന്നില്ല ആ ഫോർമുല, അല്ലേ? അത് കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലൊക്കെ ആണെങ്കിലും അങ്ങനെയായിരിക്കും. പക്ഷെ ജീവിതത്തിൽ ആ ഫോർമുലാസ് അതിൻ്റെ പെർമ്യൂട്ടേഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? എനിക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ ചിലരോടൊക്കെ ഒന്ന് ഡിസ്റ്റൻസ് വെക്കുക, ചില ആളുകളെ നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ വി വിൽ ഫീൽ എലിവേറ്റഡ് കേട്ടോ. അപ്പോൾ എടുക്കേണ്ടത് മാത്രം എടുക്കുക. ഒരു കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് വെച്ച് മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അവരാണ് ബുദ്ധിമാന്മാർ. മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ വിചാരിച്ചു, റീമ കല്ലിങ്കലിന് എന്നാൽ പിന്നെ ആ പേപ്പർ വേണ്ടാന്ന് ചോദിച്ചൂടെ, ഡിവോഴ്സ് ചെയ്തൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ആ പേപ്പറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാ ആ പേപ്പർ വെച്ചിരിക്കുന്നത്? ആ പേപ്പറിന് ഒരുപാട് തലങ്ങളുണ്ട്, മനസ്സിലായോ? അതായത് സൈൻ ചെയ്ത് കിട്ടിയ മാരേജ് സർട്ടിഫിക്കറ്റിന് ലീഗൽ കാര്യങ്ങൾക്കും എല്ലാം അത് ഒരുപാട് വെയിറ്റേജ് ഉണ്ട്. ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സമൂഹം അങ്ങനെയാണ്, ലീഗൽ സിസ്റ്റം അങ്ങനെയാണ്, ജുഡീഷ്യറിയൊക്കെ അതിന് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അതാണ് എൻ്റെ വ്യൂ പോയിന്റ്. ആ രീതിയിൽ ഞാൻ കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചിന്തിക്കൂ, സ്വയം ചിന്തിച്ചു നോക്കൂ. നമ്മൾ എല്ലാം ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലെ വരുമ്പോൾ ആരൊക്കെയോ പറയണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീരജ പറയണ്ടായിരുന്നു, അത് നമുക്കിങ്ങനെ ഇപ്പം ഞാനിപ്പോൾ പറയുന്ന ഈ അവലോകനം കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു ക്യാപ്സ്യൂളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ലേ? അങ്ങനെ നിങ്ങൾ എടുക്കരുത്, അത് വിഴുങ്ങരുത്. നിങ്ങൾ ചിന്തിക്കണം, അതെന്തായിരിക്കും അവരിങ്ങനെ പറഞ്ഞാൽ. അത് അവരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും അവർ ആ ക്വസ്റ്റ്യൻ ആൻസർ മെനഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളും മെനയണം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ. നാളെയല്ല, ഞാൻ എനിക്ക് 1.5 ഇടാനല്ലേ പറഞ്ഞെല്ലാവരും. ഇന്നലെ ഞാൻ ഇട്ടില്ല, അപ്പം ഇന്ന് വന്നു. പക്ഷെ എനിക്ക് ഇടാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കങ്ങ് ആ സമയമാകുമ്പോൾ അയ്യോ എനിക്ക് വീഡിയോ ഇടണം, എനിക്കിത് പറയണം, അങ്ങനെ ഒരു തോന്നലുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ്. ഇത് 41 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഹാബിറ്റായിട്ട് മാറും എന്ത് സാധനം ചെയ്താലും. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ വീഡിയോസിൽ. ബട്ട് ഇറ്റ്സ് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ മീ. ഓക്കെ, ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മീ. ഓക്കെ.